വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതിൻ നാസി ബിൽ ഹുജജി. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്ക് യാത്രയായ സഹോദരന്റെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടണേ നാഥാ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്ലിസിൽ നിന്നും ഞങ്ങൾ ദുആ ചെയ്യുന്ന ദുആ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ നാഥാ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. മോളെ, ഹാഷിർ എവിടെ? ഹാഷിർ നല്ല വേണം. എടാ നീ നോക്കിക്കോ, എനിക്കെന്തായാലും അനിയനായിരിക്കും. എനിക്കും അതെ. ബെറ്ററുണ്ടാ? ആ ഉണ്ട്. എന്തായാലും എന്റെ അനിയനായിരിക്കും കാണാനായിട്ട് പോലും. എന്താ? എന്റെ അനിയൻ എന്നെ പോലെ ഇരിക്കല്ലോ. പോടാ. നമുക്ക് വേഗം ആശുപത്രിയിൽ എത്താം. പേടിക്കണ്ട നോക്കിയാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഒരു കുഴപ്പമില്ല. കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ചോണ്ട് നിൽക്കാതെ പെണ്ണിനെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുവന്ന് നോക്കാം. ഇത്തിരി വേദനെടുത്താലും സുഖപ്രസവമല്ലേ നല്ലത്? എന്നാ പിന്നെ ഉസ്താദ് പോയി പ്രസവിക്കും. വണ്ടി വേഗം വിട്. മക്കളെ വിഷമിക്കണ്ട, അവര് പൊന്നോലൊരു കുഞ്ഞാവെ കൊണ്ടുവരും. അനിയനായിരിക്കോ? പിന്നെ എനിക്ക് ഉറപ്പായിട്ടും അനിയനായിരിക്കും. എന്റെ ഉമ്മച്ചിക്ക് വേദന വരുന്നില്ലല്ലോ. എന്താടാ ഉമ്മച്ചിക്ക് വേദന വരുന്നില്ലേ? ഉമ്മ ഉറങ്ങിയോ? എന്താടാ ഉമ്മക്ക് വേദന എടുക്കുന്നില്ലേ? നിനക്ക് കുറച്ച് വേദന വേണോ? അയ്യോ വേണ്ട വേണ്ടേ. എന്നാ പിന്നെ മിണ്ടാതെ ഉറങ്ങും. ഉമ്മക്ക് വേദന വരുന്നില്ലേ? നിനക്ക് എന്താടാ ഹാഷി? നീ എനിക്ക് വേദന പറഞ്ഞത് കാണാൻ നിൽക്കുവാണോ? എന്നാ കഴി, എനിക്ക് വേറെ പണിയുണ്ട്. ഹലോ എടാ ഉമ്മച്ചിക്ക് വേദന വന്നടാ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. വാ 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 വാ. ആശിറേ, ഇനിയിപ്പോ കളിക്കാൻ കൂട്ടിട്ട് ആണും കൂടെ ആയല്ലോ. നീയാ ഇനി മെയിൻ. മോളെ കണ്ട ഉമ്മയും പാപ്പയും പറിച്ചു വെച്ചേക്കുവാ. പിന്നെ അവനെ കണ്ട ഉപ്പൂപ്പയുടെ തനി സ്വരൂപമാ. എന്താ റബ്ബേ, സ്വഭാവം കിട്ടാതിരുന്നാ മതിയായിരുന്നു. ഇതും മച്ചി കൊടുക്കാൻ പറഞ്ഞേ. വാടാ എന്റെ അനിയനെ കാണാം. ഞാനില്ല. അതെന്താടാ? എനിക്ക് അനിയനില്ലല്ലോ, അനിയത്തിയല്ലേ. അനിയനാണ് കളിക്കാൻ ഒരു കൂട്ടായനെ. അതിനെന്താടാ, നിനക്ക് എന്റെ അനിയന്റെ കൂടെ കളിക്കാൻ പറ്റുമല്ലോ. എന്നാലും എന്റെ അനിയനായില്ലല്ലോ. നീ വിഷമിക്കണ്ടടാ, എന്റെ അനിയനെ കൊണ്ട് നിന്റെ അനിയത്തെ നിക്കാവിപ്പിക്കാം. അതാവുമ്പോ നിനക്ക് അനിയനാവുമല്ലോ. അത് കൊള്ളാം. എന്നാ വാ. എന്റെ അനിയത്തെ പക്ഷേ പോലീസുകാരനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കത്തുള്ളൂ. നീ അവന്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ, ഒരു പോലീസിന്റെ ലുക്ക് ഇല്ലേ? കണ്ടാ? എന്റെ ഉമ്മപ്പ എന്നെ തീരെ നോക്കാറ് പോലുമില്ല. ഫുൾ ടൈം അഷ്ണയുടെ പുറകെ. പക്ഷെ എന്റെ ആളെങ്ങനല്ല, ഉമ്മാക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. നീല വീട്ടിലെ മെയിൻ. ഉമ്മാക്ക് ഞാൻ എപ്പോഴും അടുത്ത് വേണം, എപ്പോഴും വിളിച്ചോണ്ടിരിക്കും.
എപ്പോഴും എപ്പോഴും എടാ ഹാഷി, ഉമ്മ എന്തിനാ എപ്പോഴും നിന്നെ വിളിക്കുന്നേ? ഹാഷി വാവയുടെ കളിപ്പാട്ട് എടുത്തോണ്ടോന്നേ. വാവയുടെ തുണി പുറത്തുണ്ട്, എടുത്തിട്ട് വാ. എടാ ഹാഷി, ആ മോട്ടറിന്റെ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യടാ, ആ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തേടാ. എടാ ഹാഷി, നാശിക്കുട്ടി കുളിക്കാണ്. ഉമ്മയുടെ നാച്ചു തണുക്കണ്ട. എടാ തോർത്തിങ് എടുത്തോണ്ടോ. എനിക്കൊന്നും വയ്യ ഇനി. നീ എല്ലാം ഇവിടുത്തെ മെയിൻ. നീ പോടി. പോയി എടുത്തോണ്ട് വാടാ. അതേ വരുവാ. കുറച്ച് എന്നാ മതി, അല്ലെങ്കിലേ തടിച്ചിട്ടാ. എടാ ഹാഷി, ഇങ്ങോട്ട് വന്നേടാ. അതേ വരുവാ. നാശിക്കുട്ടി സുന്ദരനായല്ലോ. നല്ല കുട്ടിയായിട്ട് പോയിട്ട് വരണേ, കരയല്ലേ. ഇല്ല. ഇന്നാടാ പോയിട്ട് വരണേ. വാ പോവാ. ചേച്ചാ. എടാ ഹാഷിറെ, ചോറ്റുപാത്രം എവിടെയാടാ? അതാ ബാഗിലുണ്ടാവും. എടാ നിന്റെ അല്ലേ നാശിയുടെ. എനിക്കെങ്ങനെ അറിയാനാ? അവനോട് പോയി ചോദിക്ക്. എടാ അവൻ കൊച്ചല്ലേ, ഇതൊക്കെ നീ വേണ്ട നോക്കാൻ. പോയി എവിടെന്നാന്ന് വെച്ചാൽ ചോറ്റുപാത്രം എടുത്തോണ്ട് വാ. പറഞ്ഞിട്ട് വല്ല മൈൻഡ് ഉണ്ടോ നോക്കിയേ. ഇത്ര അഹങ്കാരം ഉണ്ടോ പിള്ളേർക്ക്? നിന്റെ അടുത്തല്ലടാ പറയുന്നത്. എനിക്കറിഞ്ഞൂടെന്ന്. ഇനി പാത്രം കൊണ്ടുവന്നിട്ട് നീ മീനിന് തീറ്റ കൊടുത്താ മതി. അവന്റെ ഒരു മീനിനെ തീറ്റിക്കല്. അവനത് ഇവിടെ കൊണ്ടേ കളഞ്ഞ്. അവന്റെ ക്ലാസ് ഇരിപ്പുണ്ടാവും. അതെടുത്ത് കൊടുക്കാണ്ട് ഉമ്മച്ചി ഫിഷ് ഫുഡ് തരില്ലടാ. അന്ന ഇപ്പൊ പോയി എടുത്താ പോരെ? ഈ രാത്രി ഞാൻ ഒറ്റയ്ക്കാ. എടാ ഞാനും വരാ. നീ വരൂ? ഞാനല്ലാതെ പിന്നെ ആര്? വാ. എടാ പേടിയാവണ്ട. ഇത് നമ്മുടെ സ്കൂൾ തന്നെ. പകലിങ്ങനെ അല്ലല്ലോ. അല്ല നമുക്ക് തിരിച്ചു പോയാലോ? എടാ നീ ഒന്ന് വന്നേ. ഇതിലേതാണ് അവൻ്റെ ക്ലാസ്? ഇതാ അവൻ്റെ ക്ലാസ്. ആഹാ, ഇതിപ്പോ എവിടെ നിന്ന് കിട്ടി? അതല്ല എൻ്റെ കയ്യിലായി പോയി. ഇതങ്ങ് വെച്ചിട്ട് ഫിഷ് ഫുഡ് അങ്ങ് എടുത്താ. ആദ്യം നീ അതുകൊണ്ട് കഴുകി വെക്കുക, എന്നിട്ട് തരാം നിന്റെ മീൻ്റെ തീറ്റയൊക്കെ. മീൻ്റെ തീറ്റയാണോ നോക്കണേ? ആ, അത് ഞാൻ മൊത്തം കൊടുത്തല്ലോ. മൊത്തം എടുത്താ? ആ, അത് നേരത്തെ ഒന്നും കഴിച്ചില്ലല്ലോ. മൊത്തം എടുത്താ ചത്താവൂലേ?